എല്ലാവർക്കും നമസ്കാരം. ഇപ്പോ ആദ്യമേ തന്നെ എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. എല്ലാവരും മലയാളം ഐച്ഛികമായിട്ട് പഠിച്ചവരാണോ? അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്താമോ? അതിനകത്ത് സിമ്പിൾ ഉണ്ട്. മലയാളം ഐച്ഛികം എടുത്ത് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഒന്ന്, രണ്ട്, കുറച്ച് ആളുകൾ മാത്രമാണുള്ളത് മലയാളം ഐച്ഛികമായിട്ട് എടുത്ത് പഠിച്ചത്. നമുക്കറിയാം, ഈ മലയാളം ഐച്ഛികമായി KS എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, മലയാളമാണ് അതുകൊണ്ട് കിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, ഇന്ന് ഏറ്റവും കൂടുതൽ സമകാലിക പ്രസക്തമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യത്തോടെ ഇന്ന് നമ്മുടെ സമൂഹം നോക്കിക്കാണുന്ന ഒരു പഠനമാണ് ഈ മലയാളം. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് എക്സാം ആവട്ടെ, IAS നിങ്ങൾക്ക് അറിയായിരിക്കും, തൃശ്ശൂർ മുൻപ് കളക്ടറായിരുന്ന ഹരിത മലയാളം ഐച്ഛികം എടുത്ത് ഏറ്റവും ഒടുവിൽ IAS നേടിയ 1ാം റാങ്കുകാരിയായ ഹരിത മാം മലയാളം മെയിൻ എടുത്ത് പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഉയർന്ന നിലയിൽ എത്താനും മലയാളം നമുക്ക് ഒരുപാട് സഹായകമാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെയോ കൊണ്ട് ഒരുപാട് മലയാള ഭാഷ അവഗണിക്കപ്പെടുന്നുണ്ട്. നമുക്ക് നമ്മുടെ പഠനത്തിലേക്ക് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അയക്കാം, ഇല്ലെങ്കിൽ ഒരുമിച്ച് ചോദിക്കാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ ആദ്യം മലയാളത്തിന്റെ ഇതിൽ വരുന്ന സിലബസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. ഒന്ന്, നമുക്ക് PSC ഉള്ളതുപോലെ അതിനോട് ഒത്തിരി പദങ്ങൾ, അല്ലെങ്കിൽ ഒരു സിലബസുകളിൽ PSC സിലബസിൽ വരുന്നത് പോലെ തന്നെ ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന്, പദശുദ്ധി. നിങ്ങൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടാവും. പദശുദ്ധി, ഒറ്റപ്പദം, പര്യായം, സമാന പദം, വിപരീത പദം, ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സിലബസ് മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു മേഖല, ഒന്ന് ഈ ഒരു സിലബസുമായിട്ട് വരുമ്പോൾ ആദ്യം പദശുദ്ധി. നിങ്ങൾക്ക് ഒരുപാട് സുപരിചിതമായിട്ടുള്ളതാണ് ഈ പദശുദ്ധി. അപ്പൊ ഈ ഒരു പദശുദ്ധി നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പരിശീലിക്കുമ്പോൾ ഏത് തരത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ആ സിലബസിലെ ഓരോ മേഖലയായിട്ട് ഞാൻ പോവാണ്. ഒന്നാമത്തെ പദശുദ്ധി. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് രക്ഷകർത്താവ് എന്നൊരു പദം. ശരിയാണോ? മെസ്സേജ് ആയിട്ട് റിപ്ലൈ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ മതി. അങ്ങനെ ഒരു പദം മലയാളത്തിലില്ല. രക്ഷാകർത്താവ് എന്ന പദമാണ് ഏറ്റവും ശരിയായിട്ട് നമുക്ക് ഉള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് രക്ഷകർത്താവ് എന്ന പദമാണ്. ഏറ്റവും ശരിയായ പദം എന്ന് പറയുന്നത് രക്ഷാകർത്താവാണ്. അപ്പൊ ഓപ്ഷനിൽ നമുക്ക് എപ്പോഴും ഒത്തിരി ചോദ്യങ്ങൾ, അതിനോട് സാമ്യമുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ KS പരീക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ശരിയായ പദം എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനകത്ത് വന്ന ഒരു ഒന്നാമത്തെ ഓപ്ഷൻ പ്രഭുത്വം. ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആ പദം ശരിയാണോ? അല്ല. സ്ത്രീത്വം, ഓപ്ഷൻ B കൊടുത്തിരിക്കുന്നത് സ്ത്രീത്വം എന്ന പദമാണ്. ആ പദവും ശരിയല്ല. മൂന്നാമതായി ഓപ്ഷൻ കൊടുത്തത് മഹത്വം എന്ന പദവും, നാലാമത് ഓപ്ഷൻ കൊടുത്തത് മനുഷ്യത്വം എന്ന പദവുമാണ്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും ശരിയായ പദം എന്ന് പറയുന്നത് മഹത്വം എന്ന പദമാണ്. മഹത്വം. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, തെറ്റിക്കാം. ഇതിനകത്ത് പ്രഭുത്വം എന്നെഴുതുന്നത് എങ്ങനെയാണ്? എപ്പോഴും ഒരു താഴെയുള്ളൂ, ഇത്തയില്ല. പ്രഭുത്വം. സ്ത്രീത്വം എന്നെഴുതുമ്പോഴും ഇത്തയല്ല, ത്വമാണ്. മനുഷ്യത്വം എന്നെഴുതുമ്പോഴും ഇത്തയല്ല, തായാണ് വരുന്നത്. ഇത് ആധികാരികമായി നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ, ടൈപ്പ് ചെയ്തിടുന്നുണ്ട്, നിങ്ങൾ കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആധികാരികമായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇതിനെ ശരിയായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. മഹത്വം നമ്മൾ ധാരാളം ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ KS പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇത്തരത്തിലാണ് പദശുദ്ധി
എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അനായാസം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ധാരാളം പദങ്ങൾ നമുക്ക് ഈ ഒരു മേഖലയിലുണ്ട്. പദശുദ്ധി എന്നതുകൊണ്ട് തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത് ശരിയായ ഒരു പദം ഉപയോഗിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഇത്തരത്തിൽ വരുന്ന ധാരാളം പദങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. ധാരാളം പദങ്ങൾ അതിന്റെ ശരിയും തെറ്റും നമ്മൾ എഴുതി നോക്കി തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പൊ ഉദാഹരണം, ഒരു പദം നിങ്ങൾ വെറുതെ ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം. ആ ഒരു വാക്ക് നിങ്ങൾ വെറുതെ ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾക്ക് ഒത്തിരി അധികം പരിചിതമായിട്ടുള്ള വാക്കുകൾ ധാരാളം ഉണ്ട്. അത്തരത്തിലുള്ള പദങ്ങൾ നിങ്ങൾ വെറുതെ ഒരു എഴുതി നോക്കുക. അല്ലാതെ നിങ്ങൾക്ക് എഴുതി നോക്കാം. അസാധ്യം. അസാധ്യം എന്ന് എഴുതുമ്പോൾ ധാരാളം ആളുകൾക്ക് തെറ്റിപ്പോകുന്ന ഒരു പദമാണ് അസാധ്യം. ശരിയായി എഴുതുന്നത് ആദ്യം എഴുതിയിരിക്കുന്നത് ധനത്തിന്റെ ദാ വരുന്ന രണ്ടാമത് എഴുതിയിരിക്കുന്ന പദമാണ് ഏറ്റവും ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം പദങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ അസ്ഥികൂടം. അസ്ഥികൂടം എല്ലാവരും ഒന്ന് വെറുതെ എഴുതി നോക്കുക. അസ്ഥികൂടം. ഒരുപാട് ആളുകള് അസ്ഥികൂടം എന്ന് എഴുതാറുണ്ട്. അതെ, പലപ്പോഴും എഴുതാറുണ്ട്. അസ്ഥികൂടം എന്നതാണ് ഏറ്റവും ശരിയായ പദം എന്ന് പറയുന്നത്. അതുപോലെ വരുന്നൊരു പദമാണ് ഐതിഹ്യം. ഐതിഹ്യം പലരും പറയുമ്പോ ഐതിഹ്യം ഈ അടയാളം ഇടാറുണ്ട്. ഈ മാത്രമേ ഉള്ളൂ ഐതിഹ്യത്തിന്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം പദങ്ങള് നമ്മൾ പരിശീലിച്ചു നോക്കുക. ഈ സിലബസിൽ വരുന്ന പദശുദ്ധി എന്ന് പറയുന്ന ഒരു മേഖല വളരെ നിസ്സാരമായി നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിസ്സാരമായി നമുക്ക് തെറ്റിക്കാനും വേണ്ടി പറ്റും. അതാണ് ഈ ഒരു പദശുദ്ധിയുടെ. നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുന്നു. അതിനുവേണ്ടി 100ഓളം വാക്കെങ്കിൽ നിങ്ങൾ എഴുതി നോക്കുക. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും ചോദിക്കുന്നത്. കഴിഞ്ഞ KS പരീക്ഷയിലും ചോദിച്ചിരിക്കുന്ന പദശുദ്ധി എന്ന് പറയുന്ന വാക്ക് വളരെ ലളിതമായിട്ടുള്ള വാക്കാണ്. രണ്ടാമത് നമുക്ക് നമ്മുടെ ഈ ഒരു സിലബസിൽ വരുന്ന പദമാണ് ഒറ്റപ്പദം എഴുതുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഒറ്റപ്പദം എഴുതുക. KS മാത്രമല്ല, നമ്മുടെ ഏത് മത്സര പരീക്ഷകൾക്കും സ്ഥിരമായി ചോദിക്കുന്ന ഒരു മേഖലയിൽ വരുന്ന ഒരു ചോദ്യമാണ് ഒറ്റപ്പദം എഴുതുക. അതിനൊന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഇംഗ്ലീഷിൽ ആൽഫബറ്റിക് ഓർഡർ ഉണ്ട്. ഇതുപോലെ തന്നെ മലയാളത്തിൽ നമുക്കൊരു അക്ഷരമാല ക്രമം ഉണ്ടല്ലോ. അതിൽ വരുന്ന ക്രമം അനുസരിച്ച് നമുക്കത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറ്റും. ഉദാഹരണം, ഒരു കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമുക്ക് പരീക്ഷ ചോദിച്ചൊരു ചോദ്യമാണ് ദീനന്റെ ഭാവം. ദീനന്റെ ഭാവം ആർക്കെങ്കിലും ഉത്തരം എഴുതാൻ അറിയാവോ? ദീനന്റെ ഭാവം ഉത്തരം ദൈന്യം എന്നാണ്. ദീനന്റെ ഭാവം ദൈന്യം. രണ്ടുപേർ തമ്മിലുള്ള യുദ്ധം പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. രണ്ടുപേർ തമ്മിലുള്ള യുദ്ധത്തെ നമ്മൾ എന്ത് പറയും? ദ്വന്ദ്വയുദ്ധം. ദ്വന്ദ്വയുദ്ധം. രണ്ടുപേർ തമ്മിലുള്ള യുദ്ധം ദ്വന്ദ്വയുദ്ധം. അതുപോലെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് വികാരത്തെ സംബന്ധിച്ചത്. മത്സര പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് വികാരത്തെ സംബന്ധിച്ചത്. ഉത്തരം നിങ്ങൾക്കറിയാം, വൈകാരികം. വികാരത്തെ സംബന്ധിച്ചത് വൈകാരികം. അതുപോലെ തന്നെ മനസ്സിന്റെ ശാസ്ത്രം, മനഃശാസ്ത്രം. മനസ്സിന്റെ ശാസ്ത്രം, മനഃശാസ്ത്രം. അതുപോലെ മുനിയുടെ ഭാവം. മുനിയുടെ ഭാവം മൗനം. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ധാരാളം ഒരു കേട്ട് പരിചിതമായ പദമാണ് മുനിയുടെ ഭാവം. അതിനൊറ്റപ്പദമാക്കുമ്പോ മൗനം. പങ്കുചേരുന്ന ആൾ, പങ്കാളി എന്ന് നമ്മൾ ഒറ്റപ്പദമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പങ്കുചേരുന്ന ആൾ, പങ്കാളി എന്ന് നമുക്ക്
ഒറ്റപ്പദമായി ഉപയോഗിക്കാറുണ്ട്? സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ സ്ഥിരമായി ധാരാളം പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം. സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ പാരതന്ത്ര്യം. സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ പാരതന്ത്ര്യം. അതുപോലെ ക്രൂരന്റെ ഭാവം ക്രൗര്യം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്രൂരന്റെ ഭാവം, ക്രൗര്യം. അതുപോലെ ക്രമം അനുസരിച്ചുള്ളത് അനുക്രമം. അനാമിക എന്ന പദം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അനാമിക. അനാമിക എന്ന പദത്തിനെ ഈ പേരില്ലാത്തത് എന്ന് കിടക്കുന്ന പദത്തിന്റെ ഒറ്റപ്പദമാണ്. പേരില്ലാത്തത് എന്നതിന്റെ ഒറ്റപ്പദമാണ് അനാമിക. അനാമിക, അനാമിക. അത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്തരത്തിലാണ് രണ്ടാമത്തെ മേഖലയായ ഈ ഒറ്റപ്പദമാക്കുക എന്ന മേഖലയിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു മേഖലയിൽ നിന്നാണ്. മൂന്നാമത്തത് പര്യായം. പര്യായം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് കലപ്പയ്ക്ക് പര്യായമല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ കലപ്പയ്ക്ക് പര്യായമല്ലാത്തത് ഏത്? ഇതിനകത്ത് പെട്ടെന്ന് നമ്മള് ചോദ്യം ശ്രദ്ധിക്കാതെ പര്യായമായത് എഴുതി വെക്കരുത്. പര്യായമല്ലാത്തതാണോ പര്യായമായതാണോ ചോദിച്ചിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് രണ്ടു തരത്തിലും മാറി ചോദിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ പര്യായം ഏത്, ഇല്ലെങ്കിൽ അതിൽ പര്യായമല്ലാത്തത് ഏത്? 3 ശരി ഉത്തരം കൊടുത്തിട്ട് ഒരു തെറ്റുത്തരമായിരിക്കാം കൊടുത്തിരിക്കുന്നത്. അപ്പൊ പര്യായമല്ലാത്തത് ഏത് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കുക. പൊതുവായി നമ്മൾ ധാരാളം പര്യായ പദങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ വരുന്ന പര്യായ പദങ്ങൾ നമ്മൾ അക്ഷരമാലാക്രമത്തിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം എളുപ്പത്തിൽ നമുക്ക് അക്ഷരമാലാക്രമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രയോജനകരമായിട്ട് മാറും. അപ്പോൾ ഈ പര്യായ പദം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പര്യായ പദത്തിൽ നമ്മൾ സ്ഥിരമായി ചോദിക്കുന്ന ധാരാളം ചോദ്യങ്ങൾ, മത്സര പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അരി. അരി എന്നൊരു പദം, അരി. അക്ഷതം. അരി എന്ന പദം പലയിടങ്ങളിലും ചോദിച്ചു കാണാറുണ്ട്. സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആഹാര പദാർത്ഥമാണ് അരി. അപ്പൊ ഈ അരി എന്ന പദത്തിന് പര്യായ പദം ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയോ? അരി. കേട്ടില്ല. അരി ശത്രു എന്നുണ്ട്, അക്ഷതം എന്നുണ്ട്, തണ്ടൂലം എന്തുണ്ട്? തണ്ടൂലം എന്താണ് ഇത്? തണ്ടൂലം. അതുപോലെ മറ്റേ നമ്മൾ സ്ഥിരമായി പരിചിതമായിട്ടുള്ള ആകാശം. ആകാശം എന്ന പദത്തിന് നിങ്ങൾക്ക് ധാരാളം പദങ്ങൾ അറിയായിരിക്കും. ഗഗനം, നഭസ്, വാനം തുടങ്ങിയ പദങ്ങൾ ധാരാളം. പ്രത്യേകിച്ച് നമ്മുടെ ഒരു മലയാളത്തിന്റെ മത്സര പരീക്ഷകൾക്ക് പൊതുവായി ഈ മൃഗങ്ങളോടും ചില ജീവികളോടും ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് പ്രത്യേക ഒരു സ്നേഹം ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആന, ആന എന്ന പദം നമുക്ക് ധാരാളം അറിയാം. ഇതില് താഴെ തന്നിട്ട് ആന, ഇപ്പം, ഗജം, കർക്കരം, ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിരിക്കുകയാണ്. ഇതിനകത്ത് ആനയുടെ പര്യായ പദം അല്ലാത്തത് ഏതെന്നായിരിക്കും ചോദ്യം. ഞാനിപ്പം തന്ന ഓപ്ഷനിൽ കരി, ഇഭം, ഗജം, കർക്കരം. ഇതിൽ ആനയുടെ ഓപ്ഷൻ ഇല്ലാത്തത്, ആനയുടെ പര്യായ പദമല്ലാത്തത് ആർക്കെങ്കിലും പറയാമോ? അറിയാവുന്ന ടൈപ്പ് ചെയ്തിടാമോ? ഒരു മോഡൽ എനിക്ക് ഇതെങ്ങനെയാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആനയുടെ കരി, ഇഭം, ഗജം, കർക്കരം. ഇതിൽ ആനയുടെ പര്യായ പദമല്ലാത്തത് കർക്കരമാണ്. കർക്കരം. അടുത്തൊരു ചോദ്യമാണ്, എന്താണ് ഈ കർക്കരം എന്ന് പറഞ്ഞാൽ?
ആടെന്നാണ് അർത്ഥം. കർക്കരം എന്ന പദത്തിന്റെ അർത്ഥം ആടെന്നാണ്. അതുപോലെ സ്ഥിരമായി ചോദിച്ച് കാണുന്ന മറ്റൊരു ചോദ്യമാണ് ഉറക്കം. ഉറക്കം നമ്മൾ തെറ്റായിട്ട് പദശുദ്ധിയിൽ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഉച്ചാരണം കൊണ്ട് പലരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉറക്കം എന്ന് പറയും. ഉറക്കം പ്രത്യേകിച്ച് ഈ തെക്കൻ മേഖലകളിലൊക്കെ പറയുന്ന ഒരു ഇതാണ് ഉറക്കം. ഉറക്കം എന്നൊരു പദം മലയാളത്തിലില്ല. ഉറക്കം എന്ന പദമാണ് ശരിയായിട്ടുള്ളത്. ഉറക്കം. ഉറക്കം എന്ന പദത്തിന് ധാരാളം പര്യായ പദങ്ങളുണ്ട്. നിദ്ര, നിദ്ര, ശയനം, സുപ്തി, ലേദം. ഇതിൽ ധാരാളം ചോദ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ലേദം. ലേദം എന്ന വാക്കിന്റെ അർത്ഥം കണ്ണീരെന്നാണ്. അപ്പൊ ഇതില് ഇതിന്റെ പര്യായമല്ലാത്തത് ലേദം എന്ന പദമാണ്. അപ്പൊ ഇത്തരത്തിലാണ് നമുക്ക് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോ പര്യായ പദമല്ലാത്തത് എന്ന ഈ ഒരു കേസിന്റെ ഈ ഒരു പരീക്ഷയ്ക്ക് ഇതിന്റെ സിലബസിൽ വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിനകത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ധാരാളം പദങ്ങൾ, പ്രത്യേകിച്ച് പൊതുവായിട്ടുള്ള ഒരു പദം, പ്രത്യേകിച്ച് നമുക്ക് കണ്ണ്, നമുക്ക് സ്ഥിരം അറിയാവുന്ന പദങ്ങളാണ്. കണ്ണ്, മുഖം എന്ന വാക്കിന്റെ അർത്ഥം, അമ്മ, അച്ഛൻ, ഇതൊക്കെ നമ്മൾ സാധാരണ കുഞ്ഞു ക്ലാസ്സുകളിൽ മുതൽ പഠിച്ചു വരുന്നതാണ്. പലപ്പോഴും ഈ മത്സര പരീക്ഷയുടെ പ്രത്യേകിച്ച് മലയാളത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന പൊതുവായ ഒരു പ്രവണത എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള വാക്കാണ് ചോദിക്കുന്നത്. പലപ്പോഴും ഉത്തരം അറിയാണ്ട് നമ്മൾ വിഷമിക്കുന്നതും ഇത്തരത്തിൽ എളുപ്പമുള്ള പദങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പദങ്ങളും ഒരു പദങ്ങളും നിസ്സാരമായി കാണാതെ എല്ലാ പദങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ അതിന്റെ സിലബസ് പ്രകാരം അടുത്ത് വരുന്നതാണ് ശൈലി. ശൈലി സിലബസിലുള്ളത് ഞാൻ ഓടിച്ചു പറയുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ മേഖലയായിട്ട് ഞാൻ പറയാം. ശൈലി. ഈ ശൈലിയിലെ ഒരുപാട് പരീക്ഷകൾ, മത്സര പരീക്ഷകളിൽ കാണുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ശൈലിയിൽ. ഒന്ന്, മറുകണ്ഠം ചാടുക. മറുകണ്ഠം ചാടുക എന്ന് പറയുന്ന ഒരു പദമുണ്ട്. മറുകണ്ഠം ചാടുക. ഈ മറുകണ്ഠം ചാടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കാലു മാറുക. മറുകണ്ഠം ചാടുക എന്ന് പറഞ്ഞാൽ കാലു മാറുക. കാലു മാറുക. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ധാരാളം പരീക്ഷകൾക്ക് ചോദിച്ച് നമ്മൾ കാണുന്ന ഒരു ഇതാണ് ഈ മറുകണ്ഠം ചാടുക. അതുപോലെ തന്നെ ഈ ശൈലി വരുന്നത്. ഈ ശൈലി വരുമ്പോ ഇതിനെ പദാനുപദമായി നിങ്ങൾ അർത്ഥം നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് വരുമ്പോൾ തന്നെ നമുക്ക് ധാരാളം ഉത്തരം കിട്ടും. ഒന്ന് ഉദാഹരണം പറഞ്ഞാൽ കര കയറുക എന്ന ശൈലിയുടെ അർത്ഥം അവന് കര കയറി എന്ന് ഉദ്ദേശിക്കുന്ന എന്താ അർത്ഥം നോക്കുക. കര കയറുക എന്തോ ഒരു അതെ, രക്ഷപ്പെട്ടു എന്നാണ്. മുങ്ങിത്താഴുക എന്ന് ചോദിച്ചാൽ അതിന്റെ നേരെ വിപരീതമാണ് വരുന്നത്. മുങ്ങിത്താഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിക്കുക എന്നാണ്. അപ്പൊ കരകയറുക എന്ന് പറയുന്നാൽ രക്ഷപ്പെടുക എന്നാണ് അതിന്റെ ശൈലിയുടെ അർത്ഥമെങ്കിൽ മുങ്ങിത്താഴുക എന്നത് നശിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ അതിന്റെ അർത്ഥം നോക്കി നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ശൈലിയാണ് പുലിവാൽ പിടിക്കുക. പുലിവാൽ പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം പ്രധാനമായിട്ട് വരുന്നത് എന്താ? സ്വയം പോയി അപകടത്തിൽ ചാടുക. പുലി കടിച്ചു എന്നല്ല അവിടെ, പുലിവാൽ പിടിക്കുക എന്നതുകൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നത് എന്താ? അറിയാം പുലി ആപത്താണെന്ന്. അതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഈ ഒരു ശൈലി വിജ്ഞാനത്തെ നിങ്ങൾ പോയി പഠിക്കുവാണെങ്കിൽ അത് വളരെയധികം പ്രയോജനകരമായിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുലിവാൽ പിടിക്കുക, സ്വയം അപകടത്തിൽ ചാടുക. ചോര നീരാക്കുക. പലപ്പോഴും
നാട്ടിൻപുറത്ത് പറയുന്ന ഒരു ഡയലോഗാണ്, ഞാൻ ചോര നീരാക്കിയാണ് ഞാൻ അവരെ പഠിപ്പിച്ചത്. അപ്പൊ ഇത്തരത്തിൽ ശൈലിയിലെ 1 മാർക്ക് നമുക്ക് നിർബന്ധമായിട്ട് വാങ്ങാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു ജീവിത ചുറ്റുപാടുമായിട്ട് ഇതിനെ ഒന്ന് കോർക്കാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയായ ഉത്തരം വളരെ എളുപ്പത്തിൽ കുറച്ചുകൂടി നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ വേണ്ടി പറ്റും. ചോര നീരാക്കുക എന്ന് പറയുന്നാൽ കഠിനമായി അധ്വാനിക്കുക. ഇതിനകത്ത് 2 പേര് ഓപ്ഷൻ അയച്ചു, അധ്വാനിക്കുക എന്ന് അയച്ചു, കഠിനമായി അധ്വാനിക്കുക എന്ന് അയച്ചു. അപ്പോൾ ശൈലിയെ സമീപിക്കേണ്ട ഒരു രീതിയെ കുറിച്ച് ഞാൻ പറഞ്ഞേ, നമ്മുടെ ചുറ്റുപാടുമായി കുറച്ച് കണക്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി അതിന് ഏറ്റവും അനുയോജിച്ച ഒരു ശൈലി നമുക്ക് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഒറ്റുകാരൻ, ഇതിനകത്ത് നമ്മുടെ ഈ പരീക്ഷയ്ക്ക് മറ്റൊരു പ്രത്യേകതയുള്ള തിരിച്ചാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒറ്റുകാരന് അർത്ഥമുള്ള ശൈലി ഏത്? താഴെ വരുന്ന ശൈലി. ഓപ്ഷൻ അസുരവിത്ത്, അഷ്ടാവക്രൻ, 5-ാം പത്തി, അന്തകൻ. എന്റെ ശരിയായ ഉത്തരം ആർക്കെങ്കിലും അറിയോ? അഞ്ചാം പത്തി. അതെ, 5-ാം പത്തി. അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോ ഇതിന്റെ ഒരു അർത്ഥം നമ്മളെപ്പോഴും പലപ്പോഴും മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ കണ്ണിലുണ്ണി എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും അവന്റെ കണ്ണിലുണ്ണിയാ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടത് എന്ന അർത്ഥമാണ്. അതുപോലെ തന്നെ അവന് ഭയങ്കര കണ്ണുകടിയാ. നാട്ടിലൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ശൈലികളാണ്. കണ്ണുകടി, അസൂയ എന്നാണ്. അതുപോലെ തന്നെ ചെമ്പ് തെളിയുക, അർത്ഥം വെച്ചൊന്ന് നോക്കിയാൽ മതി. ചെമ്പ് തെളിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ രൂപം, അല്ലെ കള്ളം പുറത്താവുക. അതെ. ഉണ്ട ചോറിൽ കല്ലിടുക എന്ന് പറഞ്ഞാൽ നന്ദികേട് കാണിക്കുക. ഉണ്ട ചോറിൽ കല്ലിടുക, നന്ദികേട് കാണിക്കുക. ബാലക്രീഡ എന്ന ശൈലിയുടെ അർത്ഥം, ബാലം എന്ന് സൂചിപ്പിക്കുന്നത് ബാല്യത്തെയാണ്. അതെ, കുട്ടിക്കളി. ക്രീഡ എന്ന് പറഞ്ഞ കളി എന്നാണ് അർത്ഥം. ബാലക്രീഡ, അത് ഒരു അർത്ഥമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പദമാണ്. ക്രീഡ കളി. വിതച്ചത് കൊയ്യുക. നിങ്ങളുടെ KS പഠിക്കുന്ന എല്ലാവരും ഓർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ശൈലിയാണ് വിതച്ചത് കൊയ്യുക. നമ്മൾ അധ്വാനിക്കുന്നതിന്റെ ഫലം മാത്രമേ നമുക്ക് കിട്ടൂ, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലം മാത്രമേ നമുക്ക് കിട്ടൂ. ഈ ചിറ്റമ്മ നയം ഒരുപാട് പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പലപ്പോഴും കണ്ടിട്ടുണ്ട്. 2 തരത്തിലുള്ള പെരുമാറ്റം എന്നാണ് അർത്ഥം. നമുക്ക് ചോദ്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ശൈലിയിൽ ചോദിക്കുന്നത് തിരിച്ചുള്ള രീതിയിലാണ്. അതായത് ചോദ്യത്തിൽ നിന്ന് അതായത് ഇതിന്റെ ഉത്തരമാണ് ചോദ്യമായിട്ട് പലപ്പോഴും വരുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന മേഖലയെ കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ സ്ത്രീലിംഗവും പുല്ലിംഗവും, അത് നമുക്ക് ധാരാളം പദങ്ങൾ നമുക്ക് വളരെ സ്ഥിരമായി നമ്മൾ പഠിച്ചു വെച്ചത് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഇന്ന് ചോദിക്കുന്നത് വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളല്ല പലപ്പോഴും സ്ത്രീലിംഗം പുല്ലിംഗത്തിന് ചോദിക്കുന്നത്. കുറച്ച് കഠിനമായിട്ടുള്ള പദങ്ങൾ പലപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു മേഖലയാണ് ഈ സ്ത്രീലിംഗം പുല്ലിംഗം. നപുംസകലിംഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്ത്രീലിംഗമുണ്ട്, പുല്ലിംഗമുണ്ട്, നപുംസകലിംഗമുണ്ട്. ഇത് 3-ൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ പലപ്പോഴും മത്സര പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം. ഇതിനകത്ത് ഉദാഹരണം നിങ്ങൾക്ക് ഒത്തിരി അറിയാം. ഉദാഹരണം, പതി എന്ന വാക്കിന്റെ എതിർലിംഗമായിട്ട് വരുന്നത് പത്നി എന്നാണ്. പത്നി. ഭർത്താവ് മരിച്ച സ്ത്രീകളെ നമ്മൾ എന്ത് പറയാറുണ്ട്? പലപ്പോഴും ഭർത്താവ് മരിച്ച സ്ത്രീകളെ വിധവ എന്ന് പറയും. അപ്പോ ഭാര്യ മരിച്ച ഭർത്താവിനെ എന്ത് വിളിക്കും? വിതുരൻ എന്നാണ്. വിതുരൻ. അതിനകത്തും ശ്രദ്ധിക്കേണ്ടത് പദശുദ്ധിക്കും പലപ്പോഴും കണ്ടിട്ടുണ്ട് വിതുരൻ. ഇതായാണ് വിധവ എന്ന പദം കേട്ടിട്ടുണ്ട്. വിധവ എന്ന പദത്തിന്റെ പുല്ലിംഗമാണ് വിതുരൻ.
ഇന്ദ്രൻ, ഇന്ദ്രൻ എന്ന പദം, ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രന്റെ ഭാര്യ എന്താ പലപ്പോഴും വിളിക്കാറ്? ഇന്ദ്രാണി. അതെ, ഇന്ദ്രാണി എന്ന പദമാണ്. ഈശ്വരൻ എന്ന പദത്തിന് ഈശ്വരി എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ഈശ്വരൻ, ഈശ്വരി. പക്ഷി പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ? പക്ഷി എന്ന പദം, പക്ഷി എന്ന പദം പുല്ലിംഗമാണ്. സ്ത്രീലിംഗം പക്ഷിണിയാണ്, പക്ഷിണി. കവി, കവി എന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് നമുക്കൊരു കവി എന്ന് പറയുന്നത് ഒരു കോമൺ, ഒരു നപുംസകമായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. പലപ്പോഴും തെറ്റിച്ചെഴുതാറുണ്ട്, കവിയത്രി എന്ന് എഴുതാറുണ്ട്. അങ്ങനെ ഒരു പദം മലയാളത്തിൽ ഇല്ല. കവയത്രി എന്നാണ്. കവയത്രി, കവയിത്രി. ഞാനിപ്പോ രണ്ടാമത് അയച്ചതാണ് ശരിയായ ഉത്തരം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റിദ്ധരുത്താൻ വേണ്ടി പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ അച്ഛനെ ജനകൻ എന്ന് പലപ്പോഴും പറയാറുണ്ട്. പിതാവിനെ ജനകൻ എന്ന് പറയുന്നെങ്കിൽ അമ്മയെ ജനനി. അതുപോലെ കലമാൻ, കലമാൻ എന്നത് പുല്ലിംഗമാണെങ്കിൽ അതിന്റെ സ്ത്രീലിംഗം എന്താണ്? പേടമാൻ. പേടമാനാണ് അതിന്റെ സ്ത്രീലിംഗം. കലമാൻ പുല്ലിംഗമാണെങ്കിൽ പേടമാൻ സ്ത്രീലിംഗമായിട്ട് വരാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. പുല്ലിംഗമായിട്ട് ചോദിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് അടുത്ത് വരുന്നത്, ചേർത്തെഴുതുക. ചേർത്തെഴുതുക പഠിക്കുമ്പോൾ എപ്പോഴും ആധികാരികമായി സന്ധി പഠിച്ചിരുന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചേർത്തെഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റും. സന്ധി പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളവും മലയാളത്തിൽ അത്യാവശ്യം ഗ്രാഹ്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സന്ധി അത്യാവശ്യം മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ചേർത്തെഴുതുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിരിച്ചെഴുതുക. ചേർത്തെഴുതുക പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പിരിച്ചെഴുതുകയും അതേ രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ചേർത്തെഴുതുക. കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ശരത് ചന്ദ്രൻ എന്നാണ്. ശരത് ചന്ദ്രൻ. ശരത് ചന്ദ്രൻ എന്ന പദമാണ്. ശരിയായ ശരത് ചന്ദ്രൻ എന്ന് പിരിച്ചെഴുതുമ്പോൾ ശരിയായ പദം ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. ചേർത്തെഴുതുന്നതും പിരിച്ചെഴുതുന്നതും കുറച്ച് കഠിനമായിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പോ കുരുത്തോല എന്ന പദം, ഇതിനെ ഒരു ആഗമസന്ധി പ്രകാരമാണ് ഇതിനെ പിരിച്ചെഴുതാൻ വേണ്ടി പറ്റുന്നത്. കുരുത്തോല, കുരുത്തോല പിരിച്ചെഴുതി കഴിഞ്ഞാൽ കുരുന്തായ ഓല അല്ലെ. അപ്പൊ എന്ന അർത്ഥത്തിൽ വരുമ്പോ കുരുന്ത് ഓലയാണ് കുരുത്തോല. ഇതിനൊരുമിച്ച് കുരുന്ത് ഓലയെ ഒരുമിച്ച് എഴുതുമ്പോ ലോഭസന്ധി, അവിടെ ഓ എന്ന അക്ഷരം ലോപിക്കാറുണ്ട്. ലോഭസന്ധി. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് തിരിച്ചെഴുതുന്നതൊക്കെ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയിലെ ഒരു തിരിച്ചെഴുതാനുള്ള ഒരു പദമാണ്. എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് നിങ്ങൾ അത് എഴുതി നോക്കുക. വീണീടി നാളാകുലാൽ.
ഉത്തരം വീണീടിനാൽ ആകുലാൽ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ അടുത്ത മറ്റൊരു മേഖലയാണ് പഴഞ്ചൊല്ലിലെ ചോദ്യങ്ങൾ. പഴഞ്ചൊല്ല്. അപ്പൊ ഈ പഴഞ്ചൊല്ലിലെ ചോദ്യം ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശൈലി നമുക്ക് പഠിക്കാനുണ്ട്. പദശുദ്ധിയിലെ പദങ്ങൾ വരാം. ശൈലി ഓപ്ഷനിൽ തന്നിട്ട് ശൈലിയും പഴഞ്ചൊല്ലും തരാം. 3 ശൈലികൾ തന്നിട്ട് ഒരു പഴഞ്ചൊല്ല് തന്നിട്ട് ഇതിനകത്ത് ഏതാണ് പഴഞ്ചൊല്ലായി വരുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് പരീക്ഷയിൽ ചോദിക്കുന്നത്. അപ്പോ ശൈലി എന്ന് പറയുന്ന ഇതിന്റെ രീതി എന്താണ്, പഴഞ്ചൊല്ലിന്റെ രീതി എന്താണ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന ഒരു ശൈലിയാണ്. ധാരാളം ശൈലിയുടെ പദങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ മുതിർന്നവർ ചൊല്ലും മുതുനെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും, അതൊരു ശൈലിയല്ല, പഴഞ്ചൊല്ലാണ്. അപ്പോ പഴഞ്ചൊല്ലിന്റെ പ്രത്യേകത എന്താണ്, ശൈലിയുടെ പ്രത്യേകത എന്താണ്? പഴഞ്ചൊല്ല് എന്ന് പറയുന്നത് പലപ്പോഴും വാമൊഴിയായി വരുന്നതാണ്. അതിനെ ഒരു ആശയതലത്തിൽ മികച്ചതായി നിൽക്കുന്നതാണ് പലപ്പോഴും പഴഞ്ചൊല്ലുകൾ. ആശയപരമായി അർത്ഥപരമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠന മേഖലയിലേക്ക് കടക്കേണ്ടതാണ് ശൈലികൾ. അപ്പോ ശൈലി എന്താണ്, പഴഞ്ചൊല്ല് എന്താണ്, ശൈലിയുടെ പ്രത്യേകത എന്താണ്, പഴഞ്ചൊല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ അതിന്റെ ചോദ്യം നമുക്ക് ശരിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യത്തിലെ ഒരു ചോദ്യമാണ്. ഓപ്ഷൻ നമ്പർ എ ഉരുളക്കുപ്പേരി, ഓപ്ഷൻ നമ്പർ ബി തേടിയ വള്ളി കാലിൽ ചുറ്റി, ഓപ്ഷൻ നമ്പർ സി കയ്യാലപ്പുറത്തെ തേങ്ങ, ഓപ്ഷൻ നമ്പർ ഡി പമ്പ കടക്കുക. അപ്പൊ പഴഞ്ചൊല്ല് എന്ന് പറയുന്നത് ഏതാണ്? ഉരുളക്കുപ്പേരി ശൈലിയാണ്, കയ്യാലപ്പുറത്തെ തേങ്ങ ശൈലിയാണ്, പമ്പ കടക്കുക എന്ന പദവും ശൈലിയില് വരുന്നതാണ്. അപ്പോൾ പഴഞ്ചൊല്ലായ ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ പഴഞ്ചൊല്ല് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഴഞ്ചൊല്ലുന്നത് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നാണ്. അപ്പോ ഇങ്ങനെ അതിനെ ആ ഒരു രീതിയിൽ നമ്മൾ ആധികാരികമായി മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് ആ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്തു പോവും, തെറ്റിപ്പോവാൻ വേണ്ടിയിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് അത് എന്താണ് എന്നുള്ളത് കൃത്യമായി ആധികാരികമായി നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് ശരിയായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ഇതിന് പഴഞ്ചൊല്ലുമായിട്ട് വളരെ സാമ്യമുണ്ട്. പഴഞ്ചൊല്ലുകളെ പോലെ തന്നെ ചുരുങ്ങിയ വാക്കുകളിൽ വിശാലമായ ആശയം ഉൾക്കൊള്ളുന്നവയാണ് ശൈലി. അപ്പോ ഇത് പഴഞ്ചൊല്ല്, ശൈലി, ഇത് നമ്മൾ ആധികാരികമായി മനസ്സിലാക്കണം. ആശയപരമായി കൂടുതലുള്ളത് പഴഞ്ചൊല്ലാണ്. പലപ്പോഴും ചുരുങ്ങിയ രൂപത്തിൽ അർത്ഥപരമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ശൈലി എന്ന് പറയുന്നത്. ഉരുളക്കുപ്പേരി നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന വാക്ക്. അതുപോലെ തന്നെ പമ്പ കടക്കുക, അതുപോലെ പാമ്പ് കടിക്കുക. പാമ്പ് കടിക്കുക എന്ന് പറഞ്ഞാൽ ആപത്തിന്മേൽ ആപത്ത് വരിക എന്നുള്ള തരത്തിലാണ് അവതരിപ്പിക്കുക. ഒറ്റമൂലി, ഇപ്പോ ഒരു ഓപ്ഷനിൽ കിടക്കുവാണ് ഒറ്റമൂലി. ഒറ്റമൂലി എന്ന് പറയുന്നത് ഒരു അറ്റകൈ പ്രയോഗം എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ശൈലിയാണ്. ഓണം കേറാമൂല, ഓണം കേറാമൂല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പഴഞ്ചൊല്ലായിട്ട് വരില്ല. അപ്പോ അത് മനസ്സിലാക്കുക. കണ്ടകശനി ഒരു ശൈലിയാണ്, പഴഞ്ചൊല്ലല്ല. കണ്ടകശനി എന്ന് പറയുന്നത് കഷ്ടകാലമാണ്. കേളികൊട്ട്, കേളികൊട്ട് എന്ന് പറയുന്നത് ഒരു പഴഞ്ചൊല്ലല്ല, കഥകളിയിലെ ഒരു ചടങ്ങാണ്, ആദ്യത്തെ ചടങ്ങാണ്. ഇവിടെ കഥകളി ആരംഭിക്കാൻ പോകുന്നു, ആരംഭം എന്ന ശൈലി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേളികൊട്ട്. ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു എന്ന് ആധികാരികമായി അവതരിപ്പിക്കുന്നതാണ് ഈ ഒരു പദം. അതുപോലെ തന്നെ സ്ഥിരമായി കാണുന്നൊരു വാക്കാണ് ദീപാവലി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ദീപാവലി കുളിക്കുക, നിരർത്ഥനാകുക, ആർഭാടം കാണിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ വരുന്നൊരു പദമാണ് നീരാളി കുളിക്കുക എന്ന് പറയുന്ന പദം. അപ്പൊ ദീപാവലി കുളിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം പദങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴും ചോദിക്കും. പഴഞ്ചൊല്ല് നമ്മൾ ആധികാരികമായി നല്ല വായന നമുക്ക് എപ്പോഴും ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് മലയാളം പഠിക്കുമ്പോൾ നന്നായിട്ട് വായിക്കുകയും ചോദ്യോത്തരങ്ങൾ നന്നായിട്ട് പരിശീലിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു സിലബസിൽ വരുന്ന കാര്യമാണ് എതിർലിംഗം. അത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് ശ്രോതാവ് എന്ന വാക്കിന്റെ എതിർലിംഗമാണ് ശ്രോതി എന്ന പദമായിരുന്നു. ഏകാകിനി എന്ന വാക്കിന്റെ എതിർലിംഗം ചോദിച്ചിരുന്നു. ഏകാഗി എന്ന വാക്കായിരുന്നു, ഏകാഗി.
മഴ പെയ്തെങ്കിലും ഊഷ്ണം ശമിച്ചില്ല. ഈ ഒരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യമാണ്. ഈ വാക്യത്തിലെ ഘടകമേത്? അപ്പോൾ നമുക്ക് ഈ സിലബസിലുള്ള മറ്റൊരു പദമാണ് ഘടകപദം. ഘടകപദം എന്നത് അവിടെ സൂചിപ്പിക്കുന്നത് രണ്ട് പദങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്ന ആ ഒരു പദത്തെയാണ് ഘടകപദം എന്ന് പറയുന്നത്. മഴ പെയ്തു, ഊഷ്ണം ശമിച്ചില്ല. ഈ രണ്ട് പദത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പദമാണ് എങ്കിലും. അതുകൊണ്ട് തന്നെ ഈ വാക്യത്തിലെ ഘടകപദമായി വരുന്നത് എങ്കിലും എന്നാണ്. അപ്പൊ ഇത്തരത്തിലാണ് ഘടകപദങ്ങൾ ചോദിക്കുന്നത്. ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. മഴ പെയ്തെങ്കിലും ഊഷ്ണം ശമിച്ചില്ല. ഘടകപദം എന്ന് ഓർത്തിരിക്കേണ്ടത് രണ്ട് പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, എന്നാൽ അത് അതിന്റെ ഒരു ആശയത്തിന് കോട്ടം വരാത്തതായി ഉപയോഗിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള പദമായി വരുന്നതാണ് ഇതിൽ വരുന്നത്. അതിനെയാണ് എങ്കിലും എന്നതുകൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഈ ഒരു സിലബസിൽ വരുന്ന ഒരു ചോദ്യമാണ് നമുക്ക് പരിഭാഷപ്പെടുത്തുക. പരിഭാഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യമുണ്ട്. ഇംഗ്ലീഷിൽ വന്നിരിക്കും. അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ഐ ആം അഫ്രൈഡ് ഐ കനോട്ട് ഹെൽപ്പ് യു എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ ഏത്? എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയാൻ തോന്നുന്നില്ല. പരിഭാഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, മൊഴിമാറ്റം, തർജ്ജമ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പരിഭാഷ എന്ന പദമാണ്. അത് നമ്മൾ പദാനുപദമായിട്ടല്ല, അർത്ഥലോപം സംഭവിക്കാതെ ആണ് ഇതിനെ നമ്മൾ പലപ്പോഴും തർജ്ജമ ചെയ്യേണ്ടത്, മൊഴിമാറ്റം വരുത്തേണ്ടത്. അതുപോലെ തന്നെ ഭരണഭാഷയുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഖണ്ഡികയെ ആധാരമാക്കിയുള്ള ചോദ്യങ്ങൾ, അത് നമുക്ക് നന്നായിട്ട് വായിക്കുക. അതിനകത്തൊരു തെറ്റിദ്ധാരണയുള്ളത്, നമ്മൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുൻപ് ഇത്രത്തോളം കോമ്പറ്റീഷൻ വരാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് പലപ്പോഴും ചോദ്യത്തിന്റെ ഒരു രീതി ഉണ്ടായിരുന്നത്, അതിനകത്തിന് ഉത്തരം കാണും. നമ്മൾ ആ ചോദ്യം ഇങ്ങനെ നോക്കിപ്പോവും. ആ ചോദ്യത്തിന്റെ അനുയോജ്യമായിട്ടുള്ള ഉത്തരം എവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വാക്കിനടുത്ത് കിടക്കുന്ന പദം എടുത്തെഴുതും. ഇപ്പോഴങ്ങനെയല്ല, പലപ്പോഴും ആശയപരമായി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ നോക്കുക, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ചോദ്യം നമ്മുടെ ഒരു മാതൃഭാഷ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ മാതൃഭാഷ ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു ശതമാനമൊക്കെ ആയിരുന്നു. അത് ആധികാരികമായി മനസ്സിലാക്കി. ദ്രാവിഡ ഭാഷയിൽ എത്ര ഔദ്യോഗിക ഭാഷ ഉപയോഗിക്കുന്നത്, എത്ര ശതമാനം ന്യൂനപക്ഷങ്ങളാണ് ഉപയോഗിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടൊരു ഖണ്ഡിക കൊടുത്തിട്ട് അതിൽ നിന്നുള്ള ചോദ്യമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ദയവായിട്ട് നിങ്ങള്, ഞാൻ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കറിയാം, ഞാനൊന്ന് ഇച്ചിരി സ്പീഡിലാണ് പോയത്. കാരണം ഇതൊരു ഒരു 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 വിഷയത്തെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആയിട്ടല്ല, ഇതിന്റെ ഒരു സിലബസ് മുഴുവനായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഞാൻ പോയത്. നിങ്ങൾക്ക് കുറച്ച് സമയം എന്നോട് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലയാളം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സിലബസിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കറിയാം സ്പീഡ് കൂടിപ്പോയി എന്ന് എനിക്കറിയാം. നമുക്ക് വളരെ സമയം പരിമിതമാണ്. അതുകൊണ്ടാണത് അത്തരത്തിൽ വേഗതയിൽ ഞാൻ പോയത്. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തോ അല്ലാതെയോ ചോദിക്കാം. അല്ലെങ്കിൽ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യം അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് പറയുന്നതാണ്. നിങ്ങൾ KS പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും KS മാത്രമല്ല, മലയാളവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പൊതുവായി പഠിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ പരിശീലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മുൻവർഷ പരീക്ഷ ചോദ്യങ്ങൾ നന്നായിട്ട് പരിശീലിക്കുക. നിങ്ങളുടെ ലാസ്റ്റ് ഗ്രേഡ് മുതലുള്ള മലയാളത്തിലെ മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിശീലിക്കുന്നത് വളരെയധികം പ്രയോജനകരമാണ്. ലാസ്റ്റ് ഗ്രേഡ്, LD ക്ലർക്ക് വരുന്ന മലയാളങ്ങൾ, അതുപോലെ ഡിഗ്രി ലെവലിൽ വരുന്ന മലയാള PSC ചോദ്യങ്ങൾ നിങ്ങൾ ആധികാരികമായി നോക്കുക. ഒന്നാമത് ഇതിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിനകത്ത് KS വരുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുണ്ട്. നമുക്ക് മൊഴിമാറ്റം ചെയ്യാൻ, പരിഭാഷ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു മത്സര പരീക്ഷകൾക്ക് PSCക്ക് കുറവാണ്. ഡിഗ്രി ലെവലിലാണെങ്കിലും ഇല്ല. പദശുദ്ധി, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ഖണ്ഡിക പോലെയുള്ള കാര്യങ്ങളും നമ്മുടെ താഴ്ന്ന ലെവലിലുള്ള പരീക്ഷകൾക്കില്ല. KS പരീക്ഷയിലാണ് അതുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവായിട്ട് അത് 1-2 മേഖലകൾ സിലബസിൽ വരുന്നത് ഒഴികെ ബാക്കി മുഴുവൻ PSCയുടെ മത്സര പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ആധികാരികമായി മനസ്സിലാക്കുകയും ഒരു നന്നായിട്ട് നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് തന്നെ അത് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ഇപ്പൊ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് സംഗ്രഹണം. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിലുള്ള ഒരു മേഖല തന്നെയാണ് സംഗ്രഹണം, വിപുലനം എങ്ങനെയാണെന്ന്. സംഗ്രഹണം എന്ന വാക്കിന്റെ അർത്ഥം ചുരുക്കുക എന്നതും വിപുലനം എന്ന വാക്കിന്റെ അർത്ഥം അതിനെ വർദ്ധിപ്പിക്കുക എന്നുമായിട്ടാണ് ചോദിക്കുന്നത് പരീക്ഷയ്ക്ക്. ഇതിനകത്ത് സംഗ്രഹിച്ചെഴുതുക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സംഗ്രഹണം എന്ന് സൂചിപ്പിക്കുന്നത് ഇപ്പൊ ഉദാഹരണം ഒരു 10ഓളം വാക്യം, കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഏകദേശം 3 വാക്യമത്തോളം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 3 വാക്യത്തെ ആസ്പദമാക്കി 4 ഓപ്ഷനുകൾ കൊടുത്തിരുന്നു. ആ 3 വാക്യത്തിന്റെ എല്ലാ ആശയങ്ങളും അതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ശരിയായ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പത്രഭാഷ എന്ന് പറയുന്നത് ഒരു സംഗ്രഹമായ വരുന്ന ഭാഷയാണ്. എല്ലാ ചോദ്യത്തിനും ഉത്തരം അതിനകത്തുണ്ട്. പക്ഷെ അത് വളരെ ചുരുങ്ങിയതാണ്. പണ്ഡിതരായാലും പാമരരായാലും, അറിവുള്ളവരാണെങ്കിൽ അയ്യോ അറിവുള്ളവർക്ക് ഒരു പത്രം വായിക്കുമ്പോൾ അയ്യോ ഇത് വളരെ കട്ടിയാണെന്നോ, അറിവില്ലാത്തവർ വായിക്കുമ്പോൾ വളരെ എളുപ്പമാണെന്നോ, പണ്ഡിതരായിട്ടുള്ള ആളുകൾക്ക് അയ്യോ ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഭാഷയാണെന്നോ, അല്ലെങ്കിൽ പാമരരായിട്ടുള്ള ഒരാൾക്ക് വളരെ കാഠിന്യം നിറഞ്ഞൊരു ഭാഷയാണെന്നോ തോന്നുന്ന തരത്തിലല്ല പത്രഭാഷ. അപ്പൊ ഈ സംഗ്രഹണം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗത്തിന്റെ ശരിയായ സംഗ്രഹം ഏത്? ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉത്തരം ഇതാണ്. ചോദ്യം ഇതാണ്: എങ്ങനെയാണ് നമുക്ക് അന്യരിൽ നിന്ന് മര്യാദയോടെയുള്ള പെരുമാറ്റം ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക? ശിഷ്യൻ ചോദിച്ചു. അതിനൊരു വഴിയുണ്ട്, ഞാൻ പറയാം. നമ്മൾ അന്യരോട് മര്യാദയോടെ പെരുമാറിയാൽ അവർ നമ്മളോടും അങ്ങനെ തന്നെ പെരുമാറും എന്നതിൽ സംശയമില്ല. ഗുരു വിശദീകരിച്ചു. ഇതാണ് അതിന്റെ ചോദ്യമായി വന്നത്. ഓപ്ഷൻ: അന്യരോട് മര്യാദ കാട്ടുന്നവരോട് മറ്റുള്ളവരും മര്യാദ കാട്ടും എന്ന് ശിഷ്യൻ ഗുരുവിനെ ഉപദേശിച്ചു. നമ്മള് സംഗ്രഹം എന്ന് പറയുന്നത് എത്രമാത്രം അതിനെ ചുരുക്കാൻ പറ്റുമോ അത്രമാത്രം ചുരുക്കണം. പക്ഷെ അതിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല? അർത്ഥലോപം സംഭവിക്കാൻ പാടില്ല. അർത്ഥലോപം സംഭവിക്കാൻ വേണ്ടി പാടില്ല. വിപുലനം ഉദ്ദേശിക്കുന്നത് അർത്ഥലോപം സംഭവിക്കാതെ ഒരു പദം, ഇപ്പോ എനിക്ക് ആ വിളക്ക് വേണം, അതിന് വേണം എന്ന പദം, ആ ഒരു വാക്യത്തെ എത്രമാത്രം ഊന്നൽ കൊടുക്കുന്നുണ്ട് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ ഉണ്ട്. ആ ഒരു വേണം എന്ന പദം അത് എത്രമാത്രം അതിനകത്ത് വിപുലനമായി വരുന്നു എന്നുള്ളത് അതിനകത്ത് വരാറുണ്ട്. മലയാള ഭാഷ ഭരണഭാഷ എന്ന നിലയിലും ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച നിലയിലും ഒന്ന് വിലയിരുത്തി. ഓക്കെ, പറഞ്ഞു. ഓക്കെ, മറ്റെന്തെങ്കിലും സംശയമുള്ളവരൊന്ന് ടൈപ്പ് ചെയ്തിടാമോ? മലയാള ഭാഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള ഭാഷ നമുക്കറിയാം. ഏത് വർഷമാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയത്? ദ്രാവിഡ നന്ദിനിയായ ഭാഷയാണ് മലയാളം. 2013 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നു, മെയ് 23. 2007 മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിക്കുന്നു. മലയാള സർവകലാശാല മലയാള ഭാഷയുടെ ഉന്നമനത്തിന് വേണ്ടി മലയാള സർവകലാശാല സ്ഥാപിക്കുന്നു. ഔദ്യോഗികമായ ഭാഷ എന്ന നിലയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഔദ്യോഗിക ഭാഷാ പദാവലി ഒന്ന് പറഞ്ഞു തരാം. പറഞ്ഞുതരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ടൈപ്പ് ചെയ്ത് തരാമോ? ഒരുമിച്ച് ഞാനത് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഔദ്യോഗിക ഭാഷാ പദാവലി എന്ന് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഒരു
വ്യവഹാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷയാണ് ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോ പാർലമെന്റിലാവട്ടെ, ഭരണ സംവിധാനത്തിലാവട്ടെ, കോടതിയിലാവട്ടെ, അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംസാരിക്കപ്പെടുന്ന ഒരു ഭാഷയുടെ ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, ഔദ്യോഗികമായ ഭാഷ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് നിശ്ചിതമായിട്ടുള്ള ധാരാളം പദാവലികളുണ്ട്, ഉപയോഗിക്കേണ്ട ധാരാളം പദാവലികളുണ്ട്. അതിലൊരു PDF ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരിക്കാം. ആ ഭാഷയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. കാരണം ആ ഭാഷ പ്രധാനമായിട്ട് ചുരുക്കി എഴുതുന്ന തരത്തിലാണ് അത് അവതരിപ്പിക്കുന്നത്. ചുരുക്കെഴുത്തുണ്ടാവും. ആ ഭാഷയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു ഭാഷ ഏറ്റവും കൂടുതൽ ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു പ്രൊഫഷണലിസം ആ ഒരു ഇതിന് കാണും. ചുരുക്കെഴുത്തായിരിക്കും അതിന് ഉപയോഗിക്കുന്നത്. ഔദ്യോഗിക ഭാഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ചുരുക്കെഴുത്താണ്. ചുരുക്കെഴുത്തായിരിക്കും. അതിലെ പദപ്രയോഗങ്ങൾ കൊണ്ട് വളരെയധികം സവിശേഷതയുള്ള ഒരു ഇതാണ്. സാങ്കേതികമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഭാഷയായിട്ടാണ്. അതിന്റെ ഒരു ഉദാഹരണം സഹിതമുള്ള ഒരു PDF ഞാൻ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തേക്കാം. ഈ ഔദ്യോഗിക ഭാഷയിൽ ഉപയോഗിക്കുന്ന ധാരാളം പദാവലികളുണ്ട്. ആ ഒരു പദാവലിയുടെ PDF ഞാൻ അയച്ചിരിക്കാം. അതിനുശേഷം അടുത്തൊരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ചോദിച്ചാൽ മതിയാവും. ഭരണഭാഷ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പുസ്തകം അവൈലബിൾ ആണ്. ഗവൺമെന്റിന്റെ ഒരു പ്രസിദ്ധീകരണമാണ്. അത് വായിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഈ ഉപന്യാസമൊക്കെ എഴുതുമ്പോൾ ധാരാളം പ്രയോജനമുള്ളൊരു പുസ്തകമാണ്. ആ ഒരു പുസ്തകത്തിന്റെ കവർ പേജ് ഞാൻ ഷെയർ ചെയ്തിരിക്കാം. ഈ ഒരു 3 കാര്യങ്ങളെ ഷെയർ ചെയ്തിരിക്കാം. അതിനകത്ത് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നിയമസഭയുടെ പ്രസിദ്ധീകരണമാണ് ഭരണഭാഷ എന്ന് പറയുന്നൊരു ഭരണഭാഷ മലയാളം എന്ന് പറയുന്നൊരു ബുക്കാണ്. നിയമസഭയുടെ പ്രസിദ്ധീകരണമാണ്. അത് വളരെയധികം പ്രയോജനകരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇപ്പൊ ധാരാളം നേരത്തെ പറഞ്ഞ ഈ നമ്മുടെ ഈ പദാവലിയെ കുറിച്ച് ചോദിച്ചു. പദാവലി എന്ന് പറയുന്നത് ഈ ധാരാളം പദങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ടെൻഡർ വിളിക്കുന്നു എന്ന് പറയും. ടെൻഡർ, അതിന്റെ മലയാള പദം ദർഖാസ് എന്നാണ്. ദർഖാസ്. ഫെയർ കോപ്പി എന്ന് നമ്മൾ പറയുന്നതിന്റെ മലയാള പദം അസൽ. ഡ്രാഫ്റ്റിന് പകരം കരട്. റെഫറൻസിന് പകരം പരാമർശം. സബ്ജക്റ്റിന് പകരം വിഷയം. പ്രൊസീജിയറിന് പകരം നടപടിക്രമം. വൗച്ചർ, വൗച്ചറിന് പണം പറ്റ് ചീട്ട്. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ധാരാളം പത്രം. ഇപ്പൊ വാറണ്ട് പുറപ്പെടുവിച്ചു എന്നതിന് പകരം ഭരണഭാഷ മലയാളമാക്കിയ ശേഷം ആജ്ഞാപത്രം ഇങ്ങനെ ഉപയോഗിക്കുന്ന പദമാണ്. ഞാൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇടാം. അതെ, സർക്കുലർ, അങ്ങനെ വരുന്ന ധാരാളം പദങ്ങളുണ്ട്. ഉദാഹരണം ഒരിക്കൽ കൂടി പറയാം. ടെൻഡർ ഈ പദാവലിയെ കുറിച്ച് ചോദിച്ചത് കൊണ്ടാണ്. ടെൻഡറിന് പകരം ഉപയോഗിക്കുന്ന പദം ദർഖാസ്. ഫെയർ കോപ്പിക്ക് അസൽ. ഡ്രാഫ്റ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന കരട് എന്ന പദമുണ്ട്. റെഫറൻസിന് പകരം പരാമർശം. ഈ സബ്ജക്റ്റിന് നമുക്കറിയാം വിഷയം. പ്രൊസീജിയർ, നടപടിക്രമം. അതിനകത്ത് ഏറ്റവും ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു കേട്ടതാണ് വൗച്ചർ. വൗച്ചറിന് പകരം ഉപയോഗിക്കുന്ന ഒരു പദമാണ് പണം പറ്റി ചീട്ട്. വാറണ്ടിന് പകരം ആജ്ഞാപത്രം. ആജ്ഞാപത്രമല്ല, ആജ്ഞാപത്രം. ക്ലെയിം, നമ്മൾ ധാരാളം കേൾക്കുന്ന ഒരു പദമാണ്. ക്ലെയിമിന് അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവസാന അവകാശവാദത്തെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. ക്ലെയിം എന്ന് പറഞ്ഞാൽ അവകാശവാദമല്ല, ഓർക്കുക, അവസാന അവകാശവാദം. അവസാന അവകാശവാദത്തെയാണ് ക്ലെയിം എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാങ്ഷൻ, അനുമതി. അതുപോലെ തന്നെ പേറ്റന്റ്. പേറ്റന്റ് ഉണ്ട് എന്ന് പറയുന്നത് കുത്തക എന്നാണ്. പേറ്റന്റ് എന്ന പദത്തിന്റെ അർത്ഥം കുത്തക എന്നാണ്. ഇത്തരത്തിലുള്ള ധാരാളം പദങ്ങൾ നമുക്ക് പലപ്പോഴും വരാറുണ്ട്, ധാരാളം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭരണഭാഷ പ്രതിജ്ഞയിലൊക്കെ നമ്മൾ പലപ്പോഴും മലയാളം എന്റെ മാതൃഭാഷയാണ്, ഇതൊക്കെ നിങ്ങൾ ഓടിച്ചൊന്ന് നോക്കുക. അതിന്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ മലയാളം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷ നിഘണ്ടുണ്ട് R ശിവകുമാറിന്റെ നല്ലൊരു പുസ്തകമാണ്. അതുപോലെ തന്നെ നിങ്ങൾ റെഫറൻസിന് എവിടെയെങ്കിലും ലൈബ്രറി പോകുന്നെങ്കിൽ എടുത്ത് വായിക്കേണ്ട ഒരു പുസ്തകമാണ് നടുവട്ടം ഗോപാലകൃഷ്ണ സാറിന്റെ ഭരണഭാഷ അകവും പുറവും. നോട്ട് ചെയ്യണേ, ധാരാളം നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് കിട്ടുന്ന ഒരു പുസ്തകമാണ്. നടുവട്ടം ഗോപാലകൃഷ്ണൻ, ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണ സാറിന്റെ ഭരണഭാഷ അകവും പുറവും.
അതുപോലെ തന്നെ ഈ ഭരണഭാഷ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് അതിനകത്ത് ജസ്റ്റ് ഒരു പോയിന്റ് ഞാൻ പറയാം. നമ്മുടെ ഈ ഭരണം ജനങ്ങളുടെ ഭാഷയിലായിരിക്കണം എന്ന അർത്ഥത്തിലാണ് ഭരണഭാഷ എന്ന് പറയുന്നത്. ഭരണം ജനങ്ങളുടെ ഭാഷയിൽ എന്നാണ് ഈ ഭരണഭാഷ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. ഭരണം ജനങ്ങളുടെ ഭാഷയിൽ എന്ന അർത്ഥത്തിലാണ്. നേരത്തെ ചോദിച്ചു ആ ക്ലാസിക്കൽ പദവിയെ കുറിച്ച് ഒന്ന് രണ്ട് വാക്യം പറയാമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭരണം ജനങ്ങളുടെ ഭാഷയിലായിരിക്കണം. ഇത് നമ്മുടെ ഒരു ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമായ ഒരു തത്വമാണ്. അതുപോലെ തന്നെ 1956 നവംബർ 1 ഐക്യ കേരളം രൂപം കൊണ്ടു. അന്നു മുതൽ കേരളത്തിന്റെ ഭരണഭാഷ മലയാളമാണ്. ന്യൂനപക്ഷ ഭാഷകളായിട്ട് തമിഴും കന്നഡയും നമ്മുടെ അതിർത്തിയിൽ വരുന്ന രണ്ട് സംസ്ഥാനങ്ങളുടെ ഭാഷ വരുന്നത് കൊണ്ടാണ് അതിനെ ന്യൂനപക്ഷ ഭാഷയായിട്ട് തമിഴിനെയും കന്നഡയും കണക്കാക്കുന്നത്. അതും ചോദിക്കാം. ഭരണഭാഷ പ്രകാരം ന്യൂനപക്ഷ ഭാഷകളായി വരുന്നത് ഏത് എന്ന് ചോദിച്ചാൽ അത് തമിഴും കന്നഡയുമാണ്. അതുപോലെ തന്നെ അച്യുതമേനോൻ കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അച്യുതമേനോൻ കമ്മിറ്റി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭരണഭാഷയുടെ പ്രത്യേകത ആ ഒരു പദങ്ങളുടെ പ്രത്യേകത ശുദ്ധിയും ഭംഗിയും കൂടുതലാണ്. ശുദ്ധിയും ഭംഗിയും. അതുപോലെ തന്നെ നമ്മുടെ മലയാള ഭാഷ ഒരു ഭരണഭാഷയാക്കുന്നെങ്കിൽ പോലും ഇതിനകത്ത് തമിഴ്, സംസ്കൃതം, അറബി, ഉറുദു, പോർച്ചുഗീസ്, ഇംഗ്ലീഷ് തുടങ്ങിയ ധാരാളം വിദേശ ഭാഷകളുടെ സ്വാധീനമുണ്ട്. ഇതൊക്കെ നമ്മൾ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആധികാരികമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, മറ്റെന്തെങ്കിലും? അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. ഇങ്ങനെയല്ല, ഞാൻ അതിന്റെ ഒരു ചുരുക്ക രൂപത്തിലാണ് പറഞ്ഞത്. ഈ അടുത്ത് വരുന്ന ക്ലാസ്സിൽ ഒരു മേഖലയെ മാത്രമായി നിങ്ങൾക്ക് ക്ലാസ് ക്രമീകരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും വളരെ പ്രയോജനകരമായിട്ട് മാറുന്നത്. പൊതുവായി മലയാളം പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒത്തിരി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ സിലബസ് പ്രകാരം ഓരോ മേഖലയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പറ്റാത്തൊരു കാര്യമൊന്നുമല്ല KS എന്ന് പറയുന്നത്. നമുക്ക് വളരെ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നിഷ്പ്രയാസം എത്തിച്ചേരാൻ കഴിയുന്ന ഒരു മേഖലയാണ് KS എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മലയാളത്തിലൂടെ. മലയാളം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയിലൂടെ നമ്മൾ വിജയത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ചിട്ടയായുള്ള ഒരു പഠനം, ഈ നിസ്സാരമായ ഒരു കാര്യത്തെയും മാറ്റി നിർത്താതെ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. എല്ലാവർക്കും ഇതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് എനിക്കിപ്പോ തന്നെ ചോദിക്കുക. സാർ, ഈ മലയാളത്തിൽ എഴുതുമ്പോൾ ചില ഇംഗ്ലീഷ് വാക്കുകൾ മലയാളം പോലെ എഴുതിയാൽ തെറ്റുണ്ടോ സാർ? ഒരിക്കൽ ചോദിക്കാമോ? മലയാളത്തിലെ മലയാളത്തിലെ എഴുതുമ്പോൾ സാറേ, അത് ഈ ചില ഇംഗ്ലീഷ് വാക്കുകൾ ഇപ്പൊ ആർട്ടിക്കിൾ എന്നുള്ളതിന് അനുച്ഛേദം എന്നതിന് പകരമായി ആർട്ടിക്കിൾ എന്ന് തന്നെ എഴുതിയാൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളുണ്ടോ സാർ ഈ എക്സാം? ഇല്ല. ആർട്ടിക്കിൾ എഴുതുമ്പോൾ ഇല്ല, അങ്ങനെ പ്രശ്നമില്ല. കാരണം ആർട്ടിക്കിൾ എന്ന പദവും ഭരണഭാഷയിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അതിനേക്കാൾ ഏറ്റവും നിങ്ങൾ കഴിയുന്നതും അനുച്ഛേദനം എന്ന് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം അനുച്ഛേദനം എന്നതാണ് കുറച്ച് നമുക്കത് പദാവലിയിൽ നേരത്തെ ചോദിച്ചതുപോലെ ആ പദാവലിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മൾ ആർട്ടിക്കിളിനേക്കാളും
അനുച്ഛേദനം എന്ന പദമാണ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ കഴിയുന്നതും മലയാള പദങ്ങൾ തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മലയാള പദം ആ പദാവലിയിലുള്ള പദങ്ങൾ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഭരണഭാഷ പദാവലി അനുസരിച്ച് ധാരാളം പദങ്ങളുണ്ട്. അത് നമ്മുടെ നിയമസഭയുടെ ഒരു പ്രസിദ്ധീകരണത്തിന് ഒരു ബുക്കുണ്ട്. ആ ഒരു ബുക്കിന്റെ പേര് ഞാൻ ഭരണഭാഷ മലയാളം എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അതിനകത്ത് ആധികാരികമായി ഇത്തരത്തിലുള്ള പദാവലികളെ കുറിച്ച് നമുക്ക് ഉപയോഗിക്കേണ്ടതും ഉപയോഗിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ധാരാളം പദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ അതിനകത്ത് ഒത്തിരി പദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ വാറണ്ട് എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ അത് എഴുതുന്നത് കുറച്ചുകൂടി നമുക്ക് നല്ലതാണ്. ആ ഒരു പദം മലയാളം തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. 7034 96 16 എന്ന നമ്പറിലാണ് മലയാളവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ആവശ്യമാണെങ്കിൽ, കേസ് പഠനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് മലയാളം സിലബസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ധാരാളം ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം പദങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഭരണഭാഷയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം ധാരാളം പദങ്ങൾ, ഇപ്പോ ഭാഷാബഹുത്വം എന്ന് പറയുന്ന അത്തരത്തിൽ വളരെ ലളിതവും ഭംഗിയുള്ളതും തെറ്റില്ലാത്തതുമായിട്ടുള്ള ധാരാളം പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ഈ ഭരണഭാഷ പദാവലി. അപ്പൊ അതിൽ നിങ്ങൾ കൂടുതലായിട്ട് വായിക്കുക. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂനപക്ഷ പദങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഖണ്ഡികയൊക്കെ എഴുതാൻ ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള പദങ്ങൾ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഏറ്റവും അത്യന്താപേക്ഷിതമായി നോക്കേണ്ടത് പദശുദ്ധിയാണ്. പദശുദ്ധി നമ്മൾ ഇതിൽ വളരെ ഘടന ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ അടയാളങ്ങളുടെ ഉപയോഗമൊക്കെ ഇപ്പൊ ദാ അത്തരത്തിലുള്ള പദങ്ങൾ നമ്മൾ പലപ്പോഴും തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു KS-ന്റെ വിദ്യാഭ്യാസ ഘട്ടത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മാധ്യമം നന്നായിട്ട് മലയാളം നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സർക്കാർ ഉപയോഗിക്കുന്ന വിനിമയ രീതി കൂടുതലായിട്ട് വായിച്ച് മനസ്സിലാക്കുക. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? നമ്മൾ അതുപോലെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലളിതം അല്ലെങ്കിൽ നിസ്സാരമായിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നതിൽ നിന്നാണ് പലപ്പോഴും ചോദിക്കുന്നത്. അതുപോലെ മലയാളം വാക്ക് കൊടുത്തിട്ട്, ഇപ്പൊ ഉദാഹരണം, ഈ നിവേദനം തുടർ നടപടികൾക്കായി സമർപ്പിക്കുന്നു. ഇതിന്റെ ഇംഗ്ലീഷ് ശരിയായ പരിഭാഷ, മലയാളം മാത്രമല്ല അത്യാവശ്യം ഇംഗ്ലീഷ് പരിഭാഷയും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിലെ ധാരാളം വാക്കുകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇംഗ്ലീഷ് ഒരു അടിസ്ഥാനപരമായ ഗ്രാമർ നിങ്ങൾ പഠിക്കുക. ഇപ്പൊ മലയാളം കാലങ്ങൾ പഠിക്കുന്ന പോലെ അവിടെ ഇംഗ്ലീഷിലെ ടെൻസും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ചില പരിഭാഷകൾക്ക് പ്രയോജനപ്പെടുത്തും. KS-ന് 1 മാർക്കിന് ചോദ്യം ഈ പരിഭാഷയുണ്ട്. മലയാളം തന്നിട്ട് ഇംഗ്ലീഷിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ്, ഈ നിവേദനം തുടർ നടപടികൾക്കായി സമർപ്പിക്കുന്നു. ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഏത്? ഐ സബ്മിറ്റ് ദ മെമ്മോറാണ്ടം ഫോർ ഫ്യൂച്ചർ ആക്ഷൻ. അപ്പോ ഇത്തരത്തിൽ വരുന്ന ചോദ്യങ്ങൾ ധാരാളമായിട്ട് നമുക്കുണ്ട്. അപ്പൊ അതിന് നന്നായിട്ട് ആധികാരികമായി ഇംഗ്ലീഷ് ഗ്രാമറും അതിനോടൊപ്പം തന്നെ മലയാളം വ്യാകരണവും നന്നായിട്ട് പഠിക്കുക. പിന്നെ പൊതുവായി നമ്മൾ ഈ കാലങ്ങളൊക്കെ പറയുമ്പോൾ പോലും പലപ്പോഴും തെറ്റിക്കാറുണ്ട്. ഇപ്പോ ഇംഗ്ലീഷിൽ പറയും കാലങ്ങൾ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. മലയാളത്തിൽ പറയുമ്പോഴോ പലപ്പോഴും പലരും പറയുന്നത് ഭൂതകാലം, ഭാവി കാലം, അത് കഴിഞ്ഞിട്ടാണ് വർത്തമാനകാലം പറയുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത് മലയാളമാണ്. മലയാളം നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കാനും ശരിയായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഭൂതകാലം കഴിഞ്ഞ് വർത്തമാനകാലം കഴിഞ്ഞിട്ടാണ് ഭാവി കാലം വരുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ കൃത്യമായി ശരിയായിട്ട് പറയുകയും മലയാളത്തിൽ പലപ്പോഴും തെറ്റിക്കാറുമുണ്ട്.